വാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നക്ഷത്ര ജലോത്സവത്തിന് തുടക്കം കുറിച്ചു. വാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമീണ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് നക്ഷത്ര ജലോത്സവത്തിന് തുടക്കം കുറിച്ചു. വാഴൂർ വലിയ തോട്ടിലെ ശാസ്താംകാവ് പോത്തൻപ്ലാക്കൽ ഭാഗത്ത് ചെക്ക് ഡാമിൽ ആണ് ജലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. തുടർച്ചയായ 3-ാം വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ പരിപാടി. കുട്ടവഞ്ചി യാത്ര, കയാക്കിംഗ്, മോട്ടോർ ഘടിപ്പിച്ച വള്ളം തുടങ്ങിയവ തുടക്കം മുതൽ എത്തി. വൈകുന്നേരങ്ങളിൽ വിവിധതരത്തിൽ വ്യത്യസ്തമായ കലാപരിപാടികളും അരങ്ങേറും. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ആണ് കയാക്കുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കലാപരിപാടികൾക്കൊപ്പം നാട്ടിലെ കലാകാരന്മാർക്കും അവസരം ഒരുക്കിയിട്ടുണ്ട്. വനിതകളുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ വേദിയും സദസ്സും ആയിരുന്നു തുടക്കം. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള മുഴുവൻ വനിത ജനപ്രതിനിധികളെയും ആദരിച്ചു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു നക്ഷത്ര ജലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇങ്ങനെ ഒരു ടൂറിസത്തിന് സാധ്യതയുള്ള പ്രദേശമാണ് നമ്മുടെ പഞ്ചായത്തിലെ ചില സ്ഥലങ്ങളൊക്കെ. എല്ലാവരും നമ്മൾ പറയുന്ന പോലെ ഇതൊരു പഞ്ചായത്തിൻ്റെ ഉത്സവമായിട്ട് മാറ്റണം. കാരണം നമുക്കെല്ലാം അറിയാം, നമ്മൾ മുൻകാലങ്ങളിൽ കുറേ വർഷങ്ങൾക്ക് പുറകോട്ട് ചിന്തിച്ചാൽ നമ്മുടെ നാട്ടിലെ സാംസ്കാരികമായിട്ടുള്ള എല്ലാ ഉത്സവങ്ങളും നടത്തുന്നത് നമ്മുടെ നാട്ടിലുള്ള ക്ലബ്ബുകളും വായനശാലകളെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പം മാറിയിട്ട് ഓരോ ജാതി സംഘടനയുടെയും ഭാഗമായിട്ടാണ് സാംസ്കാരിക ഉത്സവങ്ങളൊക്കെ മാറിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ, ഉണ്ടായിരുന്ന ഒരു പൈതൃകത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. അതിനെല്ലാം ഇതുപോലെയുള്ള സാംസ്കാരിക ഉത്സവങ്ങൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മുടെ പഞ്ചായത്തിലുള്ള വായനശാലകളും ക്ലബ്ബുകളെ കൂടി ഈ പഞ്ചായത്തിൻ്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ക്ലബ്ബുകളെയൊക്കെ നമുക്ക് കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. നമ്മളുടെ എല്ലാ ഉത്സവങ്ങളും, നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ ഉത്സവങ്ങളും, അതൊരു ജാതി മതത്തിനപ്പുറത്തേക്ക് നമ്മളുടെ ഉത്സവങ്ങളെല്ലാം, കോട്ടയം ജില്ലയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട്. എല്ലാ ഉത്സവങ്ങളും എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അത് നമുക്ക് അങ്ങനെ ആഘോഷിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനം നമുക്ക് തുടങ്ങി വെക്കണം. ആവശ്യമായിട്ടുള്ള പദ്ധതികൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനത്തിൻ്റെ ഇരട്ടി വികസന പ്രവർത്തനം നമുക്ക് നടത്താൻ വേണ്ടി കഴിയും. അങ്ങനെ തനത് വരുമാനം വർദ്ധിപ്പിച്ചാൽ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജിജി ജോസഫ് നടുവത്താനി സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സൗമ M ജലോത്സവ ദിവസങ്ങളിലെ കലാപരിപാടികളുടെ വിശദീകരണവും നൽകി. കണ്ണഴ, വെള്ളാവൂർ, നെടുംകുന്നം, വാഴൂർ ഗ്രാമപഞ്ചായത്തുകളിലെ വനിതാ പ്രതിനിധികളെ ആദരിക്കുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാവർക്കർമാർ, ഹരിത കർമ്മ സേനാംഗങ്ങൾ, നാട്ടുകാർ, നിരവധി ആളുകൾ സന്നിഹിതരായിരുന്നു. ഡിസംബർ 30-ാം തീയതി നക്ഷത്ര ജലോത്സവം സമാപനം കുറിക്കും. ഉദ്ഘാടന ദിവസമായ ഇന്ന് ഏഞ്ചൽസ് വില്ലേജിലെ ഭിന്നശേഷി കുട്ടികളുടെ കലാസന്ധ്യ അരങ്ങേറി.